Here we will discuss about the geometric series. Geometric series are series of the form a plus ar square plus etc. plus ar raised to k minus 1 plus etc. equal to sigma k equal to 1 to infinity a r raised to k minus 1, where a and r are fixed real numbers and a not equal to 0. The number r is known as the ratio of the above geometric series and a is the first term of the geometric series. അപ്പോൾ ഈ എയിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്നും പറയും. ആർ എന്ന് പറയുന്നത് റേഷ്യോ, കോമൺ റേഷ്യോ. ആറ് മൾട്ടിപ്ലൈ ചെയ്താണ് ഓരോ ടേം നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് ഈ സീരീസിനെയാണ് നമ്മൾ എന്താ പറയുക, ജോമെട്രിക് സീരീസ് എന്ന് പറയുക. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൊരു സീരീസ് ആണ്. എ പ്ലസ് ആറ് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സീരീസിനെ നമ്മൾ ജോമെട്രിക് സീരീസ് എന്ന് പറയും. ഇതിൽ എയും ആറും ഫിക്സഡ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവരുത്. ആറിനെ നമ്മൾ റേഷ്യോ എന്നും എനെ ഫസ്റ്റ് ടേം എന്നും പറയും. ഇനി ഇതിൽ ഓരോ കേസുകളുണ്ട്. നമ്മൾ ഇതിൽ പാർഷ്യൽ സം ഒക്കെ കാണണം. ഈ ജോമെട്രിക് സീരീസിന്റെ കൺവെർജൻസ് അറിയണമെങ്കിൽ പാർഷ്യൽ സം ഒക്കെ വേണം, അല്ലേ? അപ്പോൾ ഇതിൽ ആർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, വെൻ ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ സീരീസ് എന്തായി മാറും? ദ സീരീസ് ബിക്കം എ പ്ലസ് സെക്കൻഡ് ടൈം എന്ത് തന്നെയായിരിക്കും? എ ഇൻറ്റു 1, എ തന്നെ. തേർഡ് ടൈം എ ഇൻറ്റു 1 സ്ക്വയർ, അതും എ തന്നെ. അങ്ങനെ എക്സെട്ര പ്ലസ് എ. ഇത് എന്നാൽ എ എന്ന് പറഞ്ഞ ടേമുകൾ ആഡ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ സീരീസ് വരിക. അപ്പൊ ഇതിലെ nth പാർഷ്യൽ സമ്മ് എസ് എൻ എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ എസ് എൻ ഈക്വൽ ടു n ടൈംസ് എ ആഡ് ചെയ്യുക. അപ്പൊ എന്ന് വെച്ചാൽ n ഇൻറ്റു എ, n ടൈംസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എ ആയിട്ട് വരും. അപ്പൊ ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ്? ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ആയിരിക്കുമോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ കണ്ടാൽ മതി. അത് വരും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എൻ എ. n ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ടൈം എന്താവും? ഇൻഫിനിറ്റി ആയി മാറും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. n എന്ന് പറയുന്നത് അല്ല, എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയില്ല. എ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റിയും എ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയും വരും. അപ്പോൾ ഈ സീരീസ് എന്തായി മാറി? n ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ സീരീസ് കൺവേർജ് ഒന്നുമല്ല. അപ്പോൾ ഈ n ഈക്വൽ ടു അത് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണ് വരുന്നത്, അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. ഇനി r മൈനസ് 1 ആണെങ്കിൽ, r മൈനസ് 1 ആണെങ്കിൽ നമ്മുടെ സീരീസ് എന്താവും? -1. അപ്പൊ സീരീസ് എങ്ങനെയാവും? സീരീസ് ബിക്കം എ, ഫസ്റ്റ് ടൈം എ തന്നെ, പ്ലസ് r ഇൻറ്റു എ -1 എ പ്ലസ് -1 റേസ് ടു 2 എ പ്ലസ് എക്സെട്ര -1 റേസ് ടു k -1 എ പ്ലസ് എക്സെട്ര. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം എ, സെക്കൻഡ് ടൈം എന്ത് വരും? മൈനസ് എ, തേർഡ് ടൈം -1 സ്ക്വയർ, അപ്പോൾ പ്ലസ് എ മൈനസ് എ, അങ്ങനെ ആഡ് ചെയ്ത് പോവും. കേത്ത് ടൈം കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ല കെ ഈവൻ ആണോ ഓഡ് ആണോ എന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ് വരിക. പ്ലസ് എയും മൈനസ് എയും ഓൾട്ടർനേറ്റീവ് ആയിട്ട്. എന്നുവെച്ചാൽ n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, അല്ല കെ എന്ന് പറയുന്നത് 1 ഈവൻ ആണെങ്കിൽ എന്ത് വരും? സെക്കൻഡ് ടൈം എന്ത് വന്നു? നെഗറ്റീവ് വന്നു. കെ ഈവൻ ആവുമ്പോൾ നെഗറ്റീവും കെ ഓഡ് ആവുമ്പോൾ പോസിറ്റീവ് ആവുക. അപ്പൊ ഇതിന്റെ nth പാർഷ്യൽ സം എങ്ങനെ കണ്ടുപിടിക്കും? nth പാർഷ്യൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് എൻ എന്ന് പറയുന്നത് എ മൈനസ് എ പ്ലസ് എ മൈനസ് എ, അങ്ങനെ ആഡ് ചെയ്ത് എത്ര പ്രാവശ്യം പോകണം? nth ടൈം എന്തായിരിക്കും? -1 റേസ് ടു n -1 എ ആയിരിക്കും. അപ്പൊ ഇതില് ഇത് സം എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ രണ്ട് ടേം
ഈ കെ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ എൻ ഈവൻ എന്ന് പറഞ്ഞപ്പോൾ 2 ആവുമ്പോൾ നോക്കിയ സം എന്താണ് S2 A മൈനസ് എ. നമുക്ക് ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. S1 എന്ത് വന്നു എ. S2 എന്ന് പറയുന്നത് A മൈനസ് എ വരും, എന്ത് വന്നു 0. S3 A മൈനസ് എ പ്ലസ് എ. A മൈനസ് എ 0 ആയി, പ്ലസ് എ ആഡ് ചെയ്യുമ്പോൾ എ. S4 A മൈനസ് എ പ്ലസ് എ മൈനസ് എ. 0 പ്ലസ് 0 0 ആണ്. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ നമുക്കറിയാം n ഈവൻ ആവുമ്പോൾ 0യും n ഓഡ് ആവുമ്പോൾ എയും വരുന്നത്. അപ്പോൾ ഇവിടെ ഈ എന്നിന് അതുപോലെ ആയിരിക്കും നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. n ഈവൻ ആവുമ്പോൾ 0യും n ഓഡ് ആവുമ്പോൾ എയും വരും. അപ്പൊ നമുക്ക് Sn നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. ഹെൻസ് ഇറ്റ്സ് nth പാർഷ്യൽ സം Sn equal to A if n is odd, 0 if n is even. ഇനിയിപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് 6 1 മൈനസ് 1 അല്ലാത്ത കേസിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ Sn എന്ന് പറഞ്ഞത് ഈ രണ്ട് കേസിലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ സീരീസ് ഡൈവേർജസ് ആണ് നമുക്ക് പറയാം. Sn does not exist, so the series diverges. Limit Sn does not exist. Now let r not equal to plus or minus 1. r 1 ആയപ്പോഴും മൈനസ് 1 ആയ കേസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി r 1 മൈനസ് 1 അല്ലാത്ത കേസിൽ നമ്മൾ Sn എങ്ങനെ എഴുതും? The sequence of partial sum Sn equal to അതിന്റെ സാധാ ഇക്വേഷൻ എഴുതാ a plus ar plus ar square plus etc plus ar raised to n minus 2 plus ar raised to n minus 1. അപ്പൊ ഇതില് നമ്മൾ ഇതിന്റെ ഈ Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ ലെഫ്റ്റിൽ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Snലെ 6 കൊണ്ട് മൾട്ടിപ്ലൈ 6 ഇൻറ്റു Sn ചെയ്യാം. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഒരു 6 കൂടെ വരും അല്ലേ. അപ്പൊ ar പ്ലസ് ar സ്ക്വയർ പ്ലസ് ar ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ar raised to n minus 1 plus ar raised to n. എല്ലായിടത്തും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ 6 ഇൻറ്റു Sn എന്ന് പറയുന്നത് ഇങ്ങനെ. ഇനി നമ്മൾ ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഒന്ന് ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ Sn മൈനസ് ആർ Sn എന്ത് വരും? അത് ആഡ് ചെയ്താൽ നമുക്ക് എ ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്നും എ ഇല്ല. അപ്പൊ ആ ടൈം അവിടെ ഇരിക്കട്ടെ. AR ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. AR സ്ക്വയർ ഇവിടെ രണ്ടും ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ ആർ ക്യൂബ് ഒക്കെ ഉണ്ടാവും. എവിടെ ലാസ്റ്റ് ടൈം നോക്കാം നമുക്ക്. AR raised to n minus 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ടൈമും ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇനി AR raised to n ഇവിടെ ഉള്ളൂ, എ എന്ന് പറയുന്നത് മേലെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി വരിക a മൈനസ് a r raised to n വരും. ഇത് സബ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ ഈ ടൈമുകളൊക്കെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളതാണ്. ഈ ടൈം മാത്രം രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടില്ലാത്തതുള്ളൂ. നമുക്ക് a മൈനസ് a r raised to n വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? a എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാലോ. Sn മൈനസ് ആർ Sn ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് ആർ raised to n എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് r എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണല്ലോ അല്ലെ. r 1 അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടുന്ന് Sn കോമൺ ആയിട്ട് എടുക്കാം. Sn എന്ന് പറയുന്നത് 1 മൈനസ് ആർ a ഇൻറ്റു 1 മൈനസ് ആർ raised to n. അപ്പൊ ഇവിടെ Sn ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ r 1 അല്ല നമുക്ക് അറിയാം. r 1 അല്ലാത്തത് കൊണ്ട് നമ്മൾ 1 അല്ലാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എടുത്തേക്കുന്നത്. 1 മൈനസ് 1 അല്ലാന്ന. അപ്പൊ 1 ആവാതിരുന്നാൽ മതി ഇവിടെ.
അപ്പോൾ എസ് എൻ ഈക്വൽ ടു എന്ത് കിട്ടും? എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ കിട്ടും. അപ്പോൾ R 1 ആണെങ്കിൽ ഈ കേസ് നമുക്ക് പറ്റൂല. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കാണാൻ വേണ്ടി R 1 ആണെങ്കിൽ ഇവിടെ എന്താവും? 0യോ ഇങ്ങനെ ഒരു സം എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയോ. അപ്പം R 1 അല്ലാത്ത കേസിൽ നമുക്ക് സം സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുകയാണ്. ഇക്വേഷൻ ഇതാണ്. എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇനി R നോട്ട് ഈക്വൽ ടു 1 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ R മോഡ് R ലെസ് ദാൻ 1 ആവുമ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴും നമുക്കിനി ചെക്ക് ചെയ്യണം. അപ്പോൾ ആ കേസാണ് ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് മോഡ് R ലെസ് ദാൻ 1, മോഡ് R ലെസ് ദാൻ 1 ആണെങ്കിൽ R റേസ് ടു n എന്ന് പറയുന്നത് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? നമ്മൾ സീക്വൻസിന്റെ കാര്യം പഠിച്ചതാണ്. R റേസ് ടു n എന്ന് പറയുന്നത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യാം? 0യിലേക്കാണ് മോഡ് R ലെസ് ദാൻ 1 ആകുമ്പോൾ. എന്നുവെച്ചാൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ R റേസ് ടു n 0യിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പം നമുക്ക് എസ് എൻ എന്ന് പറയുന്നത്, സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇവിടെ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? 0. അപ്പം എ ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ എ ബൈ 1 മൈനസ് ആർ ആവും ഈ സീരീസിന്റെ സമ്മ്. മോഡ് R ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസിന്റെ സമ്മ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇനി ആ മോഡ് R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ R റേസ് ടു n എന്താ? ഡൈവേർജ് ആണ് അല്ലേ? അപ്പോൾ മോഡ് R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സീരീസ് ഡൈവേർജസ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്കതിൽ നിന്ന് രണ്ടെന്നും കൂടെ ഒരു റിസൾട്ട് ആയിട്ട് എഴുതാം. ഇഫ് ഒരു റിസൾട്ട് ആയിട്ട് എഴുതി വെച്ചാൽ ഇഫ് മോഡ് R ലെസ് ദാൻ 1 the geometric series converges and sigma n equal to 1 to infinity a into r raised to n minus 1. ഇതാണ് ജോമെട്രിക് സീരീസിന്റെ സമ്മ്. അത് പറയുന്നത് a by 1 minus r ആണ്. നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് ഇഫ് മോഡ് R ഗ്രേറ്റർ ദാൻ 1 then മോഡ് R raised to n എന്ന് പറയുന്നത് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? ഇൻഫിനിറ്റി ആണ് അല്ലേ? and hence the series geometric series diverges. ഇതാണ് ജോമെട്രിക് സീരീസിന്റെ കേസ്. നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് വിത്ത് എ ഈക്വൽ ടു 1/9 ആൻഡ് ആർ ഈക്വൽ ടു 1/3. അപ്പൊ ആ സീരീസ് എന്ത് വരും? എ എന്ന് പറഞ്ഞാൽ 1/9 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 1/3. അപ്പൊ എന്റെ കൂടെ 1/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1/9 ഇൻറ്റു 3 ഇതൊരു 1/27. ഇനി ഇതിന്റെ കൂടെ ആറ് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. 1/27 ഇൻറ്റു 3 81 അല്ലേ? അപ്പൊ ഇങ്ങനെ എക്സെട്ര. അതാണ് നമ്മുടെ ജോമെട്രിക് സീരീസ്. അപ്പൊ ഇതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഇത് നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതും? 1/9 a ഇൻറ്റു 1/3 റേസ് ടു n മൈനസ് 1 എഴുതും. അപ്പൊ ഇതിന്റെ സമ്മ് എന്താണ്? അപ്പൊ മോഡ് R എന്ന് പറയുന്നത് മോഡ് 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ചെറുതാണല്ലോ. അപ്പൊ ലെസ് ദാൻ 1 ആണ്. അപ്പൊ സീരീസിന്റെ സമ്മ് എന്ത് വരും? a by 1 മൈനസ് R. a എന്ന് പറഞ്ഞാൽ 1/9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3 കിട്ടും. അപ്പൊ ഈ സമ്മ് കാണാം. 1/9 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 മൈനസ് 1
2/3. അപ്പം ആൻസർ കണ്ടു കഴിഞ്ഞാൽ 2/3 മുകളിലേക്ക് കൊണ്ടുവന്നാൽ 3/2 ഇൻറ്റു 1/9 ആവും. കട്ട് ചെയ്ത 1/6. ഇപ്പം നമ്മുടെ ജോമെട്രിക് സീരീസിൻ്റെ സം ഇതാണ് 1/6. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് സീരീസ്. ഇത് നമ്മൾ ഓൾറെഡി ഈ n ടൈമുകളുടെ സമ്മ് കാണാൻ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അതൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ നോക്കുക.